പറയൂ ഷാ പറയൂ. ശരി ശരി. അല്ല ഇപ്പോ പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു ഇല്ലീഗൽ മൈഗ്രൻസ് ആയിട്ട് കേരളത്തിൽ ഒരാൾ വന്നു, കേരളത്തിൽ ഒരാളെ കണ്ടു, ഇല്ലീഗൽ മൈഗ്രൻ്റ് ആയിട്ട് കണ്ടു, അയാളെയും മറ്റുള്ളവരെയും തുല്യമായി കാണുമോ എന്ന ചോദ്യത്തിന് അതിന് ഫോറിനേഴ്സ് ആക്ടിൽ ഒരു പ്രൊവിഷൻ ഉണ്ട്. അത് സെക്ഷൻ 14 പ്രകാരം അതൊരു ഒഫൻസാണ്. ആ ഒഫൻസ് ഉള്ളവരെ പീനലൈസ് ചെയ്യാം. അതിന് മതവും ജാതിയൊന്നും ഇല്ല. രണ്ടാമത്തെ വിഷയം, അങ്ങനെ ഒരു ഇല്ലീഗൽ മൈഗ്രൻ്റായ ഒരാൾ ഇല്ലീഗൽ മൈഗ്രൻ്റായിട്ട് തന്നെ തുടരണോ? അവർക്ക് പൗരത്വം കിട്ടാൻ അർഹതയുണ്ടെങ്കിൽ പൗരത്വം കൊടുക്കണ്ടേ? കൊടുക്കണം. കൊടുക്കാതിരിക്കാൻ പാടില്ല. അവർക്ക് കൊടുക്കാവുന്നവരാണ് കൊടുത്തിരിക്കണം. അവിടെ മതത്തിന് യാതൊരു പ്രസക്തിയുമില്ല. അതാണ് പ്രശ്നം. അതിന് മതത്തിന് യാതൊരു പ്രസക്തിയുമില്ല. മനുഷ്യാവകാശമാണത്, മനുഷ്യത്വമാണ്. അത് കൊടുക്കുന്നതിന് നിങ്ങൾക്ക് മതം വേണം, ഞങ്ങൾക്ക് മതം വേണ്ട. അത്രയും ഞങ്ങൾ പറഞ്ഞുള്ളൂ. അതിൻ്റെ ക്രൈറ്റീരിയ ഞങ്ങൾക്ക് മതമല്ല. ആസാമിലെ ഇഷ്യൂ ഞാൻ പറയാം. ആസാമിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ബ്രഹ്മപുത്ര നദിയിൽ വെള്ളം പൊങ്ങിയാൽ ആസാമിലുള്ള പല സ്ഥല ആളുകളും ബംഗ്ലാദേശിലെത്തും. ബംഗ്ലാദേശിലെത്തുമ്പോൾ ആസാമിലെത്തും. യാതൊരുവിധ രേഖകളുമില്ല. ഞാൻ ആസാമിൽ സന്ദർശിച്ചാണ് NRC സമയത്ത്. അവിടെ യാതൊരുവിധ രേഖകളും ഇല്ല ഒരു മനുഷ്യൻ്റെ കയ്യിൽ. അവൻ്റെ കയ്യിൽ ഒന്നുമില്ലാത്ത ഒരാൾ, അവൻ ബംഗ്ലാദേശിയാണോ ആസാംകാരനാണോ എന്ന് വന്നു എന്നൊരു കണക്കുമില്ലാത്ത ആളുകൾ അവരോട് പറയുകയാണ് രേഖ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. എന്നിട്ട് രേഖയില്ല, അങ്ങിൽ നിന്റെ മതം പറയൂ എന്ന് പറയാം. രേഖ നിന്റെ ഇല്ലെങ്കിൽ നിന്റെ മതം ഇസ്ലാമാണോ നിന്റെ മതം ഹിന്ദുവാണോ എന്ന് ചോദിച്ചതിന് ശേഷം പറയുന്നു യു ആർ ഇൻ ആൻഡ് യു ആർ ഔട്ട് എന്ന് പറയുകയാണ്. അതിന് ഈ നിയമം ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് എന്റെ പ്രശ്നം. ആരുടെ കയ്യിലും രേഖയില്ല. 2014 മുമ്പ് ഉണ്ട് എന്നങ്ങ് പറയുക കളക്ടർ റിപ്പോർട്ട്. ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക അനൈക്യങ്ങൾ അത് ഈ രാജ്യത്തിന് നല്ലതല്ല. നിങ്ങൾ മതം വെച്ച് നിങ്ങൾ വിഭജിക്കുകയാണ്. ഇനി മതം വെച്ച് നിങ്ങൾ വിഭജിക്കുമ്പോൾ ആ വിഭജനം ഇല്ലാതാക്കണം. നിങ്ങൾ പറഞ്ഞില്ലേ പൗരത്വം കൊടുക്കണമെന്ന് നിർബന്ധമുണ്ട്, കൊടുത്തേ മതിയാവൂ. പറയൂ, കൺക്ലൂഡ്. എനിക്ക് ഇടവേള എടുക്കണം. അല്ല, അവസാനിപ്പിക്കണമല്ലോ. എന്നോടാണോ? അവസാനിപ്പിക്കാനുള്ള വഴി ഇവിടുത്തെ ഒരു മതക്കാരെ ഒഴിവാക്കി ചെയ്യലാണോ അവസാനിപ്പിക്കല്? എല്ലാവരും ഉൾപ്പെടുത്തലല്ലേ അവസാനിപ്പിക്കല്? എനിക്കൊരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം ഞാൻ മടങ്ങി.